കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 3, തിരുവചനങ്ങൾ 14 മുതൽ. അക്കാലത്ത് ഈശോ നിക്കോദേമോസിനോട് അരുൾ ചെയ്തു, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല. വിശ്വസിക്കാത്തവനോ ദൈവത്തിൻ്റെ ഏകജാതൻ്റെ നാമത്തിൽ വിശ്വസിക്കായിക മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു. ഇതാണ് ശിക്ഷാവിധി. പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തേക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു. കാരണം അവരുടെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നു. തിന്മ പ്രവർത്തിക്കുന്നവൻ പ്രകാശത്തെ വെറുക്കുന്നു, അവൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടാതിരിക്കുന്നതിന് അവൻ വെളിച്ചത്ത് വരുന്നുമില്ല. സത്യം പ്രവർത്തിക്കുന്നവൻ വെളിച്ചത്തിലേക്ക് വരുന്നു, അങ്ങനെ അവൻ്റെ പ്രവൃത്തികൾ ദൈവ ഐക്യത്തിൽ ചെയ്യുന്നവയെന്ന് വെളിപ്പെടുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഒരുപക്ഷെ ബൈബിളിലെ തന്നെ ഏറ്റവും പോപ്പുലറായിട്ടുള്ള, ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ദൈവവചനമാണ് ഇന്ന് നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തിലേത്. യോഹന്നാൻ 3:16. ലോകത്ത് എവിടെ ചെന്നാലും എവിടെയെങ്കിലുമൊക്കെ ഈ വചനം വിശ്വസിക്കുന്നവരോ വിശ്വസിക്കാത്തവരോ പോലും ഈ ഒരു വചനത്തെ ആലേഖനം ചെയ്തിരിക്കുന്നതും എഴുതി വയ്ക്കുന്നതും, അല്ലെങ്കിൽ ടീഷർട്ടിൻ്റെ മേലും ചുമരിൻ്റെ മേലും ഒക്കെ ഈ വചനം ആലേഖനം ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. കാരണം അത്രയേറെ ആഴമേറിയൊരു വചനമാണ്. യോഹന്നാൻ 3:16. തന്നിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. എന്നാൽ പ്രിയമുള്ളവരെ, എന്താണ് ഈ ഒരു വചനത്തിൻ്റെ അർത്ഥമെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരു വചനം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പശ്ചാത്തലത്തെ നമ്മൾ തിരിച്ചറിയണം. ഈശോ രാത്രിയുടെ മറപറ്റി തന്നെ കാണാൻ വന്ന നിക്കോദേമോസുമായിട്ട് നടത്തുന്ന ആ ഒരു വലിയ ഡയലോഗിൻ്റെ ഭാഗമാണ് ഈ ഒരു വചനം. അതിൻ്റെ അവസാന ഭാഗമാണ്. കർത്താവ് ഇത് പറയുന്നതിന് തൊട്ട് മുമ്പ് പറയുന്നൊരു വചനഭാഗം എന്താണ്? മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെട്ടിരിക്കുന്നു. നമുക്ക് ഇത് വായിക്കുന്നവർക്ക് ഒരുപക്ഷെ പഴയ നിയമത്തിലെ ഇസ്രായേൽ ജനത്തിൻ്റെ കഥയറിയാമെങ്കിൽ നമുക്കറിയാം, ഒരു സമയത്ത് അവരെ വളരെ ആഗ്നേയ സർപ്പങ്ങൾ, ഫിയറി സർപ്പൻസ്, ഭയങ്കരമായ മാരകമായ വിഷമുള്ള സർപ്പങ്ങൾ അവരെ അറ്റാക്ക് ചെയ്തിരുന്നു, ആക്രമിച്ചിരുന്നു. ആ ഒരു സർപ്പദംശനമേറ്റവർ മരിച്ചു വീഴാൻ തുടങ്ങിയപ്പോൾ അവർ ദൈവത്തിലേക്ക് ചെന്ന് ദൈവത്തിനോട് മാപ്പപേക്ഷിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവം അവരോട് പറഞ്ഞു, മരുഭൂമിയിൽ നീ ഒരു പിത്തള സർപ്പത്തെ ഉയർത്തുക. മരുഭൂമിയിൽ ഒരു പിത്തള സർപ്പത്തെ ഉയർത്തുന്നു. ഈ സർപ്പത്തെ നോക്കിയവരെല്ലാവരും സൗഖ്യമാക്കപ്പെടുകയാണ്. നമ്മൾ വിചാരിക്കും, എന്താണ് ഈ ഒരു സർപ്പത്തിന് ഇത്രമാത്രം പ്രത്യേകത? ഈ ഒരു സർപ്പത്തിന് എന്ത് മാജിക്കാണുള്ളത്? പിന്നീട് ഈ ഒരു സൗഖ്യം തന്നത് ദൈവമാണെന്ന് മറന്നുപോയി ഇവർ ഈ സർപ്പത്തെ ആരാധിക്കാൻ പോവുകയാണെന്ന് കാണുന്ന മോശ പിന്നീട് ഈ സർപ്പത്തെ ഉടച്ചു കളയുന്നുണ്ട്. പിന്നെയുള്ളവർ, എന്താണ് ഇവിടെ സംഭവിച്ചത്? ഇവരുടെ ഇപ്പോഴത്തെ ഭയം എന്താണ്? ഈ സർപ്പം ഞങ്ങളെ കടിക്കും, ഈ സർപ്പത്തിന് ദംശനമേറ്റ ഞങ്ങൾ മരിക്കും. ഇപ്പം നമ്മുടെ ഏറ്റവും വലിയ ഭയം നമ്മൾ നശിച്ചു പോകുമെന്ന, നമ്മൾ നശിപ്പിക്കപ്പെടുമെന്ന, നമ്മൾ തകർന്നു പോകുമെന്ന ആ ഒരു അവസ്ഥ. അതെന്താണത്? ഇപ്പോൾ ഇസ്രായേൽക്കാരുടെ മുമ്പിലുള്ള ഒരു ഏറ്റവും വലിയ ഭയം ഈ ഒരു സർപ്പമാണ്. എന്നാൽ ദൈവം ഇവരോട് ആവശ്യപ്പെടുന്നത് ഈ ഒരു സർപ്പത്തിൽ നിന്നും ഒളിച്ചോടാനല്ല, നിന്നെ ഭയപ്പെടുത്തുന്നത് എന്താണോ, നിന്നെ പേടിപ്പെടുത്തുന്നത് എന്താണോ, അതിനെ നേരിടാനാണ് ദൈവം ആവശ്യപ്പെടുന്നത്. ഈ സർപ്പത്തെ നോക്കുമ്പോൾ ഇവർ കാണുന്നത് സർപ്പത്തെയല്ല, ഇവരുടെ ഭയത്തെയാണ്. ഇവരുടെ ജീവിതത്തിൽ നിന്ന് ഇവർക്ക് പുറത്തു കിടക്കാൻ പറ്റില്ലെന്ന് ഇവർ വിചാരിക്കുന്ന, ഇവരെ കീഴ്പ്പെടുത്തിക്കളയും എന്നിവർ വിചാരിക്കുന്ന, ഇവരുടെ ജീവിതത്തിന് നാശത്തിലേക്ക് നയിക്കുമെന്ന് ഇവർ വിചാരിക്കുന്ന ഈ ഒരു സർപ്പത്തെയാണ് ഇവർ കാണുന്നത്. അപ്പോൾ പ്രിയമുള്ളവരെ, കാലങ്ങളൊക്കെ ആയിട്ട് എപ്പോഴും
എല്ലായിടത്തു നിന്നും നമ്മൾക്ക് കിട്ടുന്ന ഒരു ഉപദേശമെന്ന് വേണമെങ്കിൽ പറയാം. ഇതാണ്: ഒരിക്കലും നമ്മുടെ ഭയത്തിൽ നിന്ന് നമ്മൾ ഒളിച്ചോടരുത്. ബൈബിളിൽ ഇങ്ങനെ ഒത്തിരിയേറെ ഒളിച്ചോട്ടങ്ങൾ നടത്തിയ വ്യക്തികളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഒളിച്ചോടിയ ആരും തങ്ങളുടെ ജീവിതത്തിൽ സംതൃപ്തി അടഞ്ഞിട്ടില്ല, ജീവിതത്തിൽ സമാധാനത്തോടെ ഉറങ്ങിയിട്ട് പോലുമില്ല. യാക്കോബ് ഏസാവിനെ ഭയന്ന് ഒളിച്ചോടി. ആ ഏസാവിനോടുള്ള ചെയ്തതിൻ്റെ ആത്മനിന്ദയിലും ഭയത്തിലും പെട്ട് തിരിച്ചു വരേണ്ടി വന്നു യാക്കോബിന് അനുരഞ്ജനപ്പെടുവാനായിട്ട്. ഹാഗാർ ഒളിച്ചോടിയ ഹാഗാറിനെ ദൈവം തിരികെ ശക്തിപ്പെടുത്തി അതേ ഭവനത്തിലേക്ക് തിരിച്ചയക്കുന്നുണ്ട്. ഒളിച്ചോടുന്ന യോനായെ നമുക്ക് കാണാം. ഒളിച്ചോടുന്ന യോന അതേ ഇടത്ത് തന്നെ എത്തിപ്പെടുകയാണ്. എന്ന് പറയുള്ളവരെ, ഒളിച്ചോട്ടങ്ങൾ ഒരിക്കലും ഒന്നിനും പരിഹാരമാകുന്നില്ല ജീവിതത്തിൽ. പകരം കർത്താവ് ഇന്നത്തെ വചനത്തിലൂടെ ആവശ്യപ്പെടുന്നൊരു കാര്യം: നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല. നിന്റെ ഭയങ്ങളെ നീ കണ്ണിൽ നോക്കി നേരിടാൻ പറ്റണം. അതുകൊണ്ടാണ് വീണ്ടും ഇന്നത്തെ സുവിശേഷത്തിൽ കർത്താവ് അന്ന് മോശ ആ പിത്തള സർപ്പത്തെ ഉയർത്തി. അവർ ഭയപ്പെട്ടത് എന്താണോ അതിനെ അവർ നോക്കിയതുപോലെ ഇന്ന് ദൈവം ഉയർത്തുന്നത് കുരിശിൽ കിടക്കുന്ന കർത്താവിനെയാണ്. നിന്റെ ജീവിതത്തിൽ നീ ഏത് ജീവിത മേഖലയിലും ഏത് ജീവിതാവസ്ഥയിലും നോക്കേണ്ടത് ക്രൂശിതനായ കർത്താവിനെയാണ്. കാരണം ആ ക്രൂശിതനായ കർത്താവിൽ, ആ കുരിശുമരത്തിൽ നീ നിന്റെ ജീവിതത്തിൽ ഭയപ്പെടുന്നതെല്ലാം അവിടെയുണ്ട്. നീ നിന്റെ ജീവിതത്തിൽ എന്തിനെയൊക്കെ ഭയപ്പെടുന്നോ, നീ നിന്റെ ജീവിതത്തിൽ എന്തിൽ നിന്നൊക്കെ ഒളിച്ചോടാനും ഒഴിവാക്കാനും ശ്രമിക്കുന്നുണ്ടോ, അതെല്ലാം ആ കുരിശിലുണ്ട്. കുരിശിൽ ഉയർത്തപ്പെട്ട തറയ്ക്കപ്പെട്ട കർത്താവിലുണ്ട്. നിന്റെ ജീവിതത്തിൽ അവഗണിക്കപ്പെടുമെന്നും തിരസ്കരിക്കപ്പെടുമെന്ന ഭയമാണ് നിനക്ക്. ആ തിരസ്കരണവും അവഗണനയും ആ കുരിശുമരത്തിലുണ്ട്. നിന്റെ പ്രിയപ്പെട്ടവർ നിന്നെ ഉപേക്ഷിച്ചു പോകുമെന്ന ഭയമാണെങ്കിൽ കുരിശിലേക്ക് നോക്കുക. ആ കുരിശിൽ ഉപേക്ഷിക്കപ്പെട്ടതിൻ്റെ വേദനയുണ്ട്. തൻ്റെ പ്രിയപ്പെട്ടവർ തള്ളിപ്പറഞ്ഞതിൻ്റെ വേദനയുണ്ട്. എല്ലാം നഷ്ടപ്പെട്ട നിരാലംബനായ ഒരു വ്യക്തിയുടെ രോദനമുണ്ട്. പ്രിയമുള്ളവരെ, ആ കുരിശുമരത്തിൽ നമ്മുടെ എല്ലാ ഭയങ്ങളും തറയ്ക്കപ്പെട്ടിരിക്കുന്നു. ആ കുരിശിൽ നമ്മുടെ എല്ലാ ഭയങ്ങളും തറയ്ക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ആ കുരിശുമരത്തിലേക്ക്, ക്രൂശിതനായ കർത്താവിലേക്ക് നോക്കാൻ പറഞ്ഞത്. നിന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം മനുഷ്യപുത്രനെ കുരിശുമരത്തിൽ ഉയർത്തി. അതാണ് നിക്കോദേമോസിനോട് പറഞ്ഞത്, മരുഭൂമിയിൽ പിത്തള സർപ്പത്തെ ഉയർത്തിയതുപോലെ ദൈവം മനുഷ്യപുത്രനെ ഉയർത്തും, അവനെ നോക്കിയവർ രക്ഷ പ്രാപിക്കും. നിന്റെ ജീവിതത്തിലെ ഭയങ്ങളെ തിരിച്ചറിയുക. നീ ഏത് മേഖലയിൽ എങ്ങനെ ഭയപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും ശാരീരികമായ വേദനകളെ, ശാരീരികമായ രോദനങ്ങളെ, ശരീരത്തിൻ്റെ രോഗങ്ങളെ ഭയപ്പെടുന്ന വ്യക്തിയാണോ, കർത്താവിനോളം ശരീരത്തിൽ പീഡയേറ്റ മറ്റാരുമില്ല. മാനസികമായ സംഘർഷങ്ങളെ നീ നേരിടുന്നൊരു വ്യക്തിയാണോ, ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും മാനസിക സംഘർഷങ്ങൾ നേരിട്ട് രക്തം പോലും കിനിഞ്ഞ് വിയർപ്പ് പോലും രക്തത്തുള്ളികളായിട്ട് മാറി ഓരോ കാൽവെപ്പിലും അവഗണിക്കപ്പെട്ടതിൻ്റെയും അപമാനിക്കപ്പെട്ടതിൻ്റെയും പരിഹസിക്കപ്പെട്ടതിൻ്റെയും നിന്ദിക്കപ്പെട്ടതിൻ്റെയും എല്ലാം മാനസികമായ സംഘർഷത്തിൽ കുരിശിൽ തറയ്ക്കപ്പെട്ട കർത്താവിനെ നിനക്ക് കാണാം. ഏറ്റവും അവസാനം ഒരു കച്ചിത്തുരുമ്പ് പോലും ഇല്ലാതെ ജീവിതത്തിൽ താണുമുങ്ങുന്ന ഒരു വ്യക്തിയുടെ രോദനം പോലെ, എൻ്റെ ദൈവമേ നീ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ നിലവിളിക്കുന്ന ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ്റെ രോദനം ആ കുരിശിൽ നിനക്ക് കാണാം. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ആ കുരിശിൽ എൻ്റെ എല്ലാ ഭയങ്ങളും, നിൻ്റെ എല്ലാ ഭയങ്ങളും ആ കുരിശിൽ തറയ്ക്കപ്പെട്ടിരിക്കുന്നു. ഭയം നമ്മളെ വിഴുങ്ങുവാൻ നമ്മൾ അനുവദിക്കരുത്. ഭയത്തെ നേരിടാൻ നമ്മൾ പരിശ്രമിക്കണം. നീ ഭയത്തിൽ നിന്ന് ഒളിച്ചോടുമ്പോഴെല്ലാം നിൻ്റെ ഭയം നിന്നെ കീഴ്പ്പെടുത്തും. എന്നാൽ അതിനുള്ള ഉത്തരം കുരിശിലാണ്. ആ കുരിശിലേറ്റെടുത്ത കർത്താവിനെ കാണുക. ആ കുരിശിൽ നിൻ്റെ ഭയങ്ങളെ തറച്ച് അതിനെ വിജയിച്ച് അതിനെ കീഴ്പ്പെടുത്തിയ കർത്താവിനെ നീ നോക്കുക. അപ്പോൾ നീ രക്ഷയിലേക്ക് നയിക്കപ്പെടും. വീണ്ടും കർത്താവ് പറയുന്നൊരു കാര്യം ഇതാണ്. ഈ ലോകത്തിന് സംഭവിച്ച മറ്റൊരു പ്രശ്നം എന്താണ്? പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും ഈ ലോകം പ്രകാശത്തേക്കാൾ അധികമായിട്ട് അന്ധകാരത്തെ സ്നേഹിച്ചു. നമ്മൾ ഈ അന്ധകാരം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ലോകത്തിലെ ഏറ്റവും നീചന്മാരായിട്ടുള്ളവരും ദുഷ്ടന്മാരായിട്ടുള്ളവരൊക്കെയാണ് അന്ധകാരത്തിൽ കഴിയുന്നത്. നല്ല പ്രിയമുള്ളവരെ, സാധാരണക്കാരായ നമ്മളെപ്പോലുള്ള എല്ലാവരും എവിടെയെങ്കിലുമൊക്കെ ജീവിതത്തിൽ അന്ധകാരത്തിൽ തപ്പിത്തടയുന്നുണ്ടാവാം. ഒരു വശത്ത് നിന്നെ കീഴ്പ്പെടുത്തുന്നത് നിന്റെ ഭയമാണെങ്കിൽ മറുവശത്ത് നിന്നെ കീഴ്പ്പെടുത്തുന്നത് നിന്റെ കഴിഞ്ഞകാല ജീവിതമായിരിക്കാം. കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ ഭാരം. എപ്പോഴാണത് ഏറ്റവും ഭയാനകമാകുന്നത്? ഞാൻ എൻ്റെ ജീവിതത്തിൽ പരാജയപ്പെട്ടു എന്ന് തോന്നുന്ന നിമിഷത്തെ.
ഒരു പക്ഷേ ജീവിതത്തിൽ പരാജയപ്പെടാതിരിക്കാനായിട്ട് നമ്മൾ നമ്മളെ തന്നെ ഇങ്ങനെ വളരെ ശക്തമായിട്ട് ഒരുക്കുന്നുണ്ടാവാം. ആത്മീയമായ ഒരുക്കങ്ങൾ, മാനസികമായ ഒരുക്കങ്ങൾ, ശാരീരികമായ ഒരുക്കങ്ങൾ. പക്ഷേ ഒരിക്കൽ ഒരു നുണ പറഞ്ഞു, നമുക്ക് മനസ്സിലായി നമ്മുടെ ആ ഒരു നിഷ്കളങ്കത നഷ്ടപ്പെട്ടു. ഒരിക്കൽ ഞാൻ വീണുപോയി, എനിക്ക് മനസ്സിലായി പിന്നെ ആ സ്ഥലത്ത് എനിക്കിനി ഒരു തിരിച്ചുപോക്കില്ല, ഞാൻ നശിപ്പിക്കപ്പെട്ടു. ഞാൻ വീണുപോയി, ഞാൻ തളർന്നു പോയി, ഇനി എനിക്ക് എഴുന്നേക്കാൻ പറ്റില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ കഴിഞ്ഞകാല ജീവിതം നമ്മളെ കീഴ്പ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിലേക്ക് നോക്കി നമ്മൾ തളർന്നു പോയതിൻ്റെയും തകർന്നു പോയതിൻ്റെയും ഭാരത്തിൽ നമ്മൾ പലപ്പോഴും അന്ധകാരത്തിൽ തന്നെ കഴിയുകയാണ്. എന്നെക്കൊണ്ടിനി പറ്റില്ല, ഞാൻ മോശപ്പെട്ടൊരു വ്യക്തിയാണ്, ഞാൻ മ്ലേച്ഛനായ അശുദ്ധയായ ഒരു വ്യക്തിയാണ്, എനിക്കിനി ആ വിശുദ്ധിയിൽ ജീവിക്കാൻ പറ്റില്ല, എനിക്കിനി ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലാൻ പറ്റില്ല, ഞാൻ എൻ്റെ ദൈവത്തെ ഉപേക്ഷിച്ചു, ഒരു നിമിഷത്തിൽ ഒരു പാപം ചെയ്തു, എനിക്കൊരു വീഴ്ച പറ്റി, എനിക്കൊരു തെറ്റുപറ്റി, ഞാൻ പാപത്തിൽ വീണുപോയി, എനിക്കിനി ഒരു തിരിച്ചുപോക്കില്ല. പ്രിയമുള്ളവരെ, ഏറ്റവും വലിയ ഭയാനകമായ അവസ്ഥ അന്ധകാരത്തിൽ തന്നെ കഴിയുക എന്നുള്ളതാണ്. ഇത് പലപ്പോഴും അത് അങ്ങനെ സംഭവിക്കാൻ കാരണം നമ്മൾ പലപ്പോഴും നമ്മളിലേക്ക് തന്നെ നോക്കി, നമ്മളിലെ അന്ധകാരത്തിലേക്ക് നോക്കി, നമ്മളിലെ വീഴ്ചകളിലേക്ക് നോക്കി, നമ്മളിലെ കുറവുകളിലേക്ക് നോക്കി പറയും, എൻ്റെ കഴിഞ്ഞകാല ജീവിതം എന്നെ പൂർണ്ണമായിട്ടും ഇങ്ങനെ വിഴുങ്ങിക്കളയാൻ നമ്മൾ അനുവദിക്കും. നാസികളുടെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കഴിഞ്ഞ ഒരു വ്യക്തിയാണ് വിക്ടർ ഫ്രാങ്കിൾ. ഈ വിക്ടർ ഫ്രാങ്ക്ലിൻ എഴുതിയൊരു പുസ്തകമാണ് മാൻ സെർച്ച് ഫോർ മീനിങ്. ഈ ഒരു വ്യക്തി തൻ്റെ കഠിനമായ സഹനങ്ങളിലൂടെ കടന്നു പോയപ്പോഴും അദ്ദേഹം എങ്ങനെ പിടിച്ചു നിന്നു എന്ന് അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. എല്ലായിടത്തും സഹനങ്ങൾ മാത്രം, ദുരിതങ്ങൾ മാത്രം, നമുക്കിനി ഒരു രക്ഷയുമില്ല. നമ്മുടെ എല്ലാ സ്വാതന്ത്ര്യവും എടുത്തു മാറ്റപ്പെട്ടു. സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല, നമ്മുടെ ആരോഗ്യം കൊണ്ടുപോയി, നമ്മുടെ സൗകര്യങ്ങളെല്ലാം കൊണ്ടുപോയി, നമുക്ക് നല്ല ഭക്ഷണം ലഭിക്കുന്നില്ല, നല്ല വസ്ത്രം ലഭിക്കുന്നില്ല. നമ്മളെല്ലാ തരത്തിലും ഞെരുക്കപ്പെട്ട് കഷ്ടപ്പാടിലൂടെ കടന്നു പോകുന്ന ഒരു നിമിഷത്തെ അഭിമുഖീകരിച്ച വിക്ടർ ഫ്രാങ്ക്ലിൻ പറയുകയാണ്, ഒരു കാര്യം മാത്രം എടുത്തു മാറ്റപ്പെട്ടിട്ടില്ല. എൻ്റെ ദുരിതത്തിലും സഹനങ്ങളിലും ഞാൻ എന്ത് നിലപാടെടുക്കണം, അതിനെ എങ്ങനെ നേരിടണം എന്ന എൻ്റെ സ്വാതന്ത്ര്യത്തെ ആർക്കും എടുത്തു മാറ്റാൻ പറ്റില്ല. എന്ത് നിലപാടെടുക്കണം, എന്ത് ആറ്റിറ്റ്യൂഡ് ഞാൻ എൻ്റെ സഹനങ്ങളിൽ സ്വീകരിക്കണം എന്നുള്ള എൻ്റെ സ്വാതന്ത്ര്യം മാത്രം ആർക്കും എടുത്തു മാറ്റാൻ പറ്റില്ല. എൻ്റെ വസ്ത്രത്തിൻ്റെ സ്വാതന്ത്ര്യം കൊണ്ടുപോയി, സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം കൊണ്ടുപോയി, ഉറങ്ങാനുള്ള സ്വാതന്ത്ര്യം കൊണ്ടുപോയി, ഭക്ഷണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം കൊണ്ടുപോയി, എനിക്ക് എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യം എടുത്തു മാറ്റപ്പെട്ടു. പക്ഷെ ഒന്ന് മാത്രം എടുത്തു മാറ്റപ്പെടുന്നില്ല, എന്ത് നിലപാട് സ്വീകരിക്കണം ഈ സഹനങ്ങളോട്. ജീവിതത്തിൽ കഷ്ടതകൾ ഉണ്ടാകുമ്പോൾ, വേദനകൾ ഉണ്ടാകുമ്പോൾ, കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ പരാജയങ്ങൾ നമ്മളെ ഇങ്ങനെ വല്ലാതെ ഇങ്ങനെ ഭാരപ്പെടുത്തുമ്പോഴും പ്രിയമുള്ളവർ, ഒരു കാര്യം ഓർക്കുക, എനിക്ക് ഒരു കാര്യം മാത്രം എപ്പോഴും ചെയ്യാം. എന്ത് നിലപാടുകൾ എൻ്റെ പരാജയങ്ങളെ നോക്കി ഞാൻ എടുക്കണം. ഒരു പാത്രം ഒരിക്കൽ താഴെ വീണു പോയാൽ ഇനി അതിനെ കൂട്ടിച്ചേർക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള ആ ഒരു സങ്കടം പോലെയാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തെ കാണുന്നത്. ശരിയാണ്, ഒരിക്കൽ താഴെ വീണു പോയ പാത്രം, അല്ലെങ്കിൽ ആ ഒരു ക്രിസ്റ്റൽ ആയിട്ടുള്ളൊരു ബൗൾ നമ്മുടെ കയ്യിൽ നിന്ന് താഴെ വീണു പോയി, അത് പൊട്ടിപ്പോയി, നമ്മളതിനെ തൂത്തുപറക്കി നേരെ വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് എടുത്തിടും. നമ്മുടെയൊക്കെ കഴിഞ്ഞകാല ജീവിതത്തിൽ പിശാച് നമ്മൾ ഏറ്റവും കൂടുതൽ കബളിപ്പിക്കുന്ന, നുണ പറഞ്ഞ് നമ്മളെ തളർത്തുന്ന കാര്യം ഇതാണ്: നിനക്കിനി ഒരു രക്ഷയില്ല, നിനക്ക് സഹായം ചോദിക്കാൻ അർഹതയില്ല. കാരണം നമ്മൾ വിചാരിക്കും, ഞാൻ എൻ്റെ ദൈവത്തെ മറന്നു, ഞാൻ എൻ്റെ വിശ്വാസത്തെ ത്യജിച്ചു, ഞാൻ പാപം ചെയ്തു, ദൈവമേ നിൻ്റെ മുൻപിൽ വരാൻ പോലും എനിക്ക് യോഗ്യതയില്ല. പിശാച് പറയും, പോകരുത്, ദൈവസന്നിധിയിൽ നിൽക്കാൻ നീ അയോഗ്യനാണ്. എന്ത് സംഭവിക്കും? നമ്മൾ ഒത്തിരി കാലം ഈ അന്ധകാരത്തിൽ ഇരുന്നിരുന്നിരുന്ന് പ്രകാശത്തെ നമ്മൾ മറന്നു പോകുന്നു. പ്രകാശത്തിലേക്ക് കയറി ചെല്ലാൻ പറ്റുമെന്ന കാര്യം മറന്നു പോകുന്നു. ഇതുപോലെ തന്നെ റഷ്യക്കാരുടെ പീഡനത്തിനിരയായ ഒരു വൈദികൻ്റെ വാക്കുകൾ എങ്ങനെയാണ്? ഇങ്ങനത്തെയുള്ള നിമിഷത്തിൽ ഞാൻ ഓർത്തത് എൻ്റെ കർത്താവിൻ്റെ ഗത്സമൻ തോട്ടത്തിലെ പ്രാർത്ഥനയാണ്. അവിടുത്തെ മാനുഷികതയിൽ അവിടുന്ന് 3 പ്രാവശ്യം ദൈവസന്നിധിയിൽ ചെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്താ പ്രാർത്ഥിച്ചേ? പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എടുത്തു മാറ്റണമേ, എന്നെ കൊണ്ട് പറ്റില്ല, ഇതിൻ്റെ ഭാരം ടൂ മച്ചാണ്, ഇതെന്നെ കൊണ്ട് വഹിക്കാൻ പറ്റില്ല, എങ്കിലും എൻ്റെ ഹിതമല്ല നിൻ്റെ ഹിതം നിറവേറട്ടെ.
നമ്മുടെ കഴിഞ്ഞകാല ജീവിതവും നമ്മുടെ ഭാരങ്ങളും പാപങ്ങളും നമ്മളെ തളർത്തുമ്പോൾ പ്രിയമുള്ളവരെ, ഞാൻ സ്വീകരിക്കേണ്ട നിലപാടാണത്. നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കുക. കർത്താവേ, പിതാവേ, ഇനി നിന്നെ കൊണ്ടേ പറ്റുള്ളൂ. നിന്റെ കരങ്ങളിൽ എൻ്റെ ഈ ജീവിതത്തെ ഞാൻ വിട്ടുതരുവാണ്. ഈ ജപ്പാനിൽ അവർ ഈ ഒരു പോട്ടറി അല്ലെങ്കിൽ ഈ ഒരു മൺപാത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്ന അവരുടെ ആ ഒരു ഭയങ്കരമായൊരു ആർട്ടുണ്ട്. ജപ്പാൻ അതിന് ഭയങ്കര ഫേമസ് ആണ്. അവരുടെ ഈ കുടങ്ങളും ഈ മൺപാത്രങ്ങളും ഒക്കെ വളരെ മനോഹരമാണ് കാണാൻ. പക്ഷേ എത്ര മനോഹരമാണെങ്കിലും അവർ ഇതൊന്ന് താഴെ വീണ് ഉടഞ്ഞു പോയാൽ അവരെടുത്തതിനെ കളയും. അതുകൊണ്ട് പിന്നെ യാതൊരു ഉപകാരമില്ല. പക്ഷെ പിന്നീട് അവരിതിനെ റിപ്പയർ ചെയ്യാനുള്ള ഒരു മെത്തേഡ് കണ്ടുപിടിച്ചു. കിൻസുക്കി എന്നതിന് പറയാൻ. എന്ത് സംഭവിക്കും? അവരിങ്ങനെ ഈ വെള്ളിയും സ്വർണവും ഒക്കെ ഇങ്ങനെ ഉരുക്കിയെടുത്ത് ഇങ്ങനെ ഒരു പശ പോലെ ആക്കി ഈ പാത്രങ്ങളിങ്ങനെ ഒട്ടിച്ചു വയ്ക്കുമ്പോൾ ഈ പാത്രങ്ങൾ അതിൻ്റെ കഷ്ണങ്ങൾ പെറുക്കി ഈ ഒരു ലായനിയിൽ അല്ലെങ്കിൽ ഈ ഒരു പശയിൽ ചേർത്ത് ഇങ്ങനെ ഒട്ടിച്ചു വയ്ക്കുമ്പോൾ എവിടെയൊക്കെ അത് പൊട്ടിപ്പോയോ അതിലൂടെയൊക്കെ ഈ ഒരു ഞരമ്പ് പോലെ ഈ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ഒരു പാറ്റേൺ ഇങ്ങനെ പോകുന്നത് കാണാം. പക്ഷെ എന്താണ്, ആദ്യമുണ്ടായിരുന്ന അവസ്ഥയിലേക്ക് ആ പാത്രം തിരിച്ചു പോയില്ലെങ്കിലും അതിനേക്കാൾ മനോഹരമായിട്ട് ആ പാത്രങ്ങൾ മാറുന്നുണ്ട്. ആദ്യമുള്ള അവസ്ഥയിലേക്ക് തിരിച്ചു പോയില്ലെങ്കിലും അതിനേക്കാൾ മനോഹരമായൊരു പാത്രമായിട്ട് അത് വീണ്ടും പുനരുദ്ധരിക്കപ്പെടുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇന്ന് പൗലോസ്ലേഖ നമ്മോട് പറയുന്നൊരു കാര്യം ഇതാണ്: നമ്മൾ ഒരിക്കലും നഷ്ടപ്പെട്ടിട്ടില്ല. ദൈവകരങ്ങളിൽ വിട്ടുകൊടുക്കുമ്പോൾ ഞാനല്ല എന്നെ റിപ്പയർ ചെയ്യുന്നത്, ഞാനല്ല, വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷ പ്രാപിച്ചത്. നമ്മുടെ എല്ലാ ഭാരങ്ങളിലും സഹനങ്ങളിലും പരാജയങ്ങളിലും ഭീതിയുടെ ഭയത്തിൻ്റെ നിമിഷങ്ങളിലും ദൈവത്തിൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലാൻ പറ്റണം. ആ പ്രകാശത്തിലേക്ക് കയറി ചെല്ലാൻ പറ്റണം. ഒരു പക്ഷേ ഒരിക്കൽ പാപം ചെയ്തു പോയി എൻ്റെ ആ ഒരു നിഷ്കളങ്കത തിരിച്ചു പിടിക്കാൻ പറ്റില്ലായിരിക്കാം. പക്ഷേ ആ കൃപ എന്നെ പഴയതിനേക്കാൾ മനോഹരമായിട്ട് വീണ്ടും ഉരുക്കി വാർത്തെടുക്കും. എന്നെ കഴിഞ്ഞതിനേക്കാൾ മനോഹരമായൊരു പാത്രമായിട്ട് വീണ്ടും എന്നെ മാറ്റുവാൻ ദൈവത്തിൻ്റെ കൃപയ്ക്ക് സാധിക്കും. അതിനാൽ അന്ധകാരത്തിൽ നമ്മൾ കഴിയാതെ, കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ പാപത്തിൻ്റെ രോഗത്തിൻ്റെ വീഴ്ചയുടെ പരാജയത്തിൻ്റെ നമ്മുടെ തെറ്റുകളുടെ ഒരു അന്ധകാരത്തിൽ നമ്മൾ കഴിയാതെ ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കാൻ പറ്റട്ടെ. എനിക്ക് എൻ്റെ മുൻപിലുള്ളൊരു ഒരേ ഒരു നിലപാടതാണ്: ഇനി ഞാൻ എന്ത് ചെയ്യും? ഇനി ദൈവകരങ്ങളിൽ ഐ വിൽ അബാൻഡൺ മൈസെൽഫ്, ഐ വിൽ സറണ്ടർ മൈസെൽഫ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഗോഡ്. പിതാവേ, നിൻ്റെ കരങ്ങളിൽ ഞാൻ എന്നെ ഭരമേൽപ്പിക്കുന്നു. നീ എന്നെ റിപ്പയർ ചെയ്യണം, ഞാനല്ല എന്നെ റിപ്പയർ ചെയ്യേണ്ടത്. ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുത്തില്ലെങ്കിൽ നമ്മളെ തന്നെ ആശ്രയിച്ച് തകർന്നു പോകും. ദൈവമേ, അങ്ങേ കരങ്ങളിൽ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. പഴയതിനേക്കാൾ മനോഹരമായൊരു പാത്രമായി ഈ നോമ്പ് കാലത്തിൽ നീ എന്നെ വാർത്തെടുക്കണമേ. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.